We are coming to the close of this century. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. Only 5 more years to enter the 21st century. 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുവാൻ ഇനി 5 കൊല്ലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. If the Lord tarries, after 5 years, we will be entering the 21st century. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് താമസിക്കുന്നുവെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ പുതിയൊരു നൂറ്റാണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. But let us have a vision to establish a Pentecostal church in every pingo of area before we enter the 21st century. Amen. 21ാം നൂറ്റാണ്ടിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപായി ഇന്ത്യയിലുള്ള ഓരോ പിൻകോഡ് പ്രദേശത്തും ഓരോ സഭ സ്ഥാപിക്കുവാനുള്ള ദർശനം നമുക്കുണ്ടാകണം. Let us have that high vision and high calling, and let us trust in God that He is able to do great things for us. ആ ഉന്നതമായ ദർശനവും ആ ഉന്നതമായ കാഴ്ചപ്പാടും നമുക്കുണ്ടാകണം. കർത്താവ് സാധിപ്പിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. Let us be in this campus praying to God that this entire campus be filled with the Spirit of God during this week. ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ഈ കോമ്പൗണ്ടിനകം മുഴുവൻ ദൈവാത്മ ശക്തിയുടെ വ്യാപാരത്താൽ നിറഞ്ഞിരിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്ന സകല വിശ്വാസികളും ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. The fire of God come down. Amen. Each and every one of us that are gathered here. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിജ്വാലകൾ ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. We need a great outpouring of the Holy Spirit in our midst. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ച ഇന്ന് ആവശ്യമായിരിക്കുന്നു. Let us all be empowered by the Spirit of God to work for Him and to move for Him in the days to come. ഈ വരുവാനുള്ള ദിവസങ്ങളിൽ കർത്താവിനോട് പ്രവർത്തിപ്പാൻ, കർത്താവിനോട് മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പുതിയ ശക്തീകരണം നമുക്ക് ആവശ്യമാണ്. Each member of the Indian Pentecostal Church of God be a missionary having a great vision. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഓരോ വിശ്വാസിയും ഓരോ മിഷണറി ആകട്ടെ, ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ഓരോ ദർശനം ഏറ്റെടുക്കട്ടെ. Let us have the great vision to have a vision to go to the unevangelized places. സുവിശേഷം കേട്ടിട്ടില്ലാത്തയിടത്തേക്ക് കടന്നു പോകുവാനുള്ള ഒരു വലിയ ദർശനവും വലിയ ആത്മഭാരവും ദൈവത്തിന്റെ ഈ ദിവസങ്ങളിൽ ഏറ്റുവാങ്ങുക. Let us wait upon the Lord and be filled with the Spirit of God, filled with the power of God that past all understanding. കർത്താവിന്റെ ദിവസങ്ങളിൽ കാത്തിരുന്നുകൊണ്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിപ്പാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തെ കാത്തിരിക്കാം. Let us not waste our time in between the meetings, but let us all spend time in prayer that we be filled with the Spirit of God and we go from this place empowered by the power of God. ഒരു യോഗം കഴിഞ്ഞ് മറ്റൊരു യോഗം ആരംഭിക്കുന്നതിനിടയിലുള്ള ഇടവേളകളിൽ സംസാരിച്ച സമയം പാഴാക്കി കളയാതെ ആ സമയത്ത് പ്രാർത്ഥനയോടുകൂടെ ഈ കോമ്പൗണ്ടിൽ നടന്നുകൊണ്ട് ദൈവത്തിന്റെ പുതിയ ദർശനം ഏറ്റുവാങ്ങി, പുതിയ ശക്തി ഏറ്റുവാങ്ങി, പുതിയ കൃപ ഏറ്റുവാങ്ങി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയാകട്ടെ. Let us expect great things from the Lord. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. And we believe, let us believe that we will be able to have that great presence during this week of our convention. നമ്മുടെ കൺവെൻഷന്റെ ഈ ഒരാഴ്ചക്കാലം ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ പോകുന്നു എന്ന പ്രതീക്ഷയോടെ ദൈവസേനിക്കാം. Let us all stand up, please. നമുക്ക് എല്ലാവർക്കും ദൈവസേന എഴുന്നേറ്റ് നിൽക്കാം. As we stand up, let us all lift up our hands and praise God and pray that the Lord may bless us richly in this place. നമ്മളെല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവേ സമൃദ്ധിയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. Hallelujah. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. Expecting the great presence of God in our convention, ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് to be filled with the Spirit of God, പരിശുദ്ധാത്മാവിനാൽ ഭയപ്പെട്ടുകൊണ്ട് to receive a great vision, to establish few churches throughout India, ഇന്ത്യയിലെ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ പുതിയ സഭകൾ സ്ഥാപിക്കുവാനുള്ള വലിയ ദർശനം ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട്
going up to the unevangelized place of India. ഇന്ത്യയുടെ സുവിശേഷം കേട്ടിട്ടില്ലാത്തയിടങ്ങളിലേക്ക് പുതിയ മിഷണറിമാരായി പോകുവാനുള്ള ആത്മഭാരം ഏറ്റുവാങ്ങിക്കൊണ്ട് Let us wait upon the Lord. നമുക്ക് ദൈവത്തെ കാത്തുകൊണ്ട് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും തുറന്ന് ദൈവത്തെ കാത്തു നിൽക്കാം. ദൈവം ഒരു വലിയ ദർശനം അകത്തേക്ക് തരട്ടെ. ദൈവത്തിന് വലിയ ക്രോധങ്ങളിൽ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Hallelujah. With all these expectations, believing in God and trusting God, in the name of the Father and the Son and of the Holy Spirit, I declare open the 71st Annual Convention of the Indian Pentecostal Church of God. ദൈവത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് 71ാമത് ജനറൽ കൺവെൻഷൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രസ്താവിച്ചു കൊള്ളുന്നു. Now Pastor V.T. Joseph will say a few words and pray. കർത്താവിദാസനായ പാസ്റ്റർ V.T. ജോസഫ് ചില വാക്കുകൾ സംസാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഇന്ന് രാത്രി നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏറിയ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള അനേക ദൈവദാസന്മാരും ദൈവദാസികളും നമ്മുടെ മധ്യമുണ്ട്. ഈ 1995 ജനറൽ കൺവെൻഷൻ, 70ാമത്തെ ജനറൽ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, അനേകായിരം ആത്മാകാംക്ഷയിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഇവിടെ മേൽക്കോങ്ങൾ നടന്നിരിക്കുകയാണല്ലോ. അതിനേക്കാൾ കൂടുതൽ ഇന്ന് രാത്രി ഈ ആത്മരാത്രി തന്നെ ദൈവമായ കർത്താവ് സഹായിച്ച് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ 71ാമത്തെ വർഷത്തെ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ കോടിക്കോടി ദൂതന്മാരാണല്ലോ ഉള്ളത്. 1000 കോടി കോടി ദൂതന്മാരെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. കോടി കോടി ദൂതന്മാരുടെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ദൈവത്തെ ജയിപ്പാൻ നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ആയിരക്കണക്കിന് ആത്മാക്കൾ രക്ഷയിലേക്ക് പ്രാവശ്യം വരട്ടെ. അനേകം സ്നാനപ്പെടുവാനുള്ള വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാര ശക്തി ഉണ്ടായിട്ട് അനേകായിരങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. അതിനു വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വിഷാദത്തെ കണ്ട് മനസ്സൊലിഞ്ഞ കർത്താവ് നമ്മെ കണ്ട് മനസ്സൊലിഞ്ഞ് പ്രവർത്തിപ്പാൻ കേരളത്തിലെ ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനായി ഇന്ത്യ മുഴുവൻ അത് ഇറങ്ങത്തക്കോണം ദൈവമായ കർത്താവ് ഇടയാകട്ടെ. അതിനുവേണ്ടി ദൈവത്തിന്റെ ദാസൻ ഇപ്പോൾ ഉദ്ഘാടനം നടത്തിയല്ലോ. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാൻ ആത്മീയമായും ഭൗമികമായും ശാരീരികമായും മാനസികമായും ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ ഓമനപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിനായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. വാഗ്ദത്ത പ്രകാരം ഇന്ന് രാത്രി നീ ഞങ്ങളുടെ മധ്യേ വന്നിട്ടുള്ളതൊരു സ്തോത്രം. ഏറിയ നാളുകളായി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കപ്പെടുന്ന പ്രകാരം കർത്താവേ, ഞങ്ങളുടെ ജനറൽ കൺവെൻഷന്റെ 71ാമത്തെ ജനറൽ കൺവെൻഷന്റെ ആരംഭരാത്രിയിലേക്ക് നീ ഞങ്ങൾ വന്നിരുന്നല്ലോ. നീ ഞങ്ങളുണ്ടല്ലോ. ദൈവമേ, നിന്റെ ദൂതന്മാരുടെ വലിയ ഗണം ഞങ്ങളുടെ മധ്യമുണ്ടായിരിക്കാൻ സഹായിക്കണമേ. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ യോഗ മുഖാന്തരം അനേക ആയിരക്കണക്കിന് ആത്മാവ് രക്ഷിക്കപ്പെടുവാൻ, കർത്താവേ നിന്റെ വചനപ്രകാരം സ്നാനപ്പെടുവാൻ, നിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ, സ്വർഗീയ ശക്തിയാൽ ഞങ്ങളെല്ലാവരും നിറയപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ കൊണ്ടുവന്നതായ നിന്റെ ദാസന്മാരെയും ദാസിമാരെയും കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ ദാസന്മാരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ,
വലിയ അനുഭവമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കയ്യിലേൽപ്പിക്കുന്നു. എല്ലാറ്റിനായി നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവർക്കും ശാന്തമായിരിക്കും. കർത്താവ് എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിരിക്കുന്നു എങ്കിൽ ഈ ഒന്നാമത്തെ രാത്രി തന്നെ മുഖാമുഖം ചെയ്ത് കർത്താവിന്റെ കരങ്ങൾ ഫലമേൽപ്പിച്ച യോഗത്തിൽ നമ്മളാരും വെറുതെ പോകേണ്ടി വരത്തില്ല. ഞാൻ നിശ്ചയമായി ഒന്നാമത്തെ യോഗത്തിൽ പോയത് എനിക്കൊരു അനുഗ്രഹമായിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് അനുഗ്രഹമായി തീരും. പ്രാർത്ഥനയുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കാം. ഇപ്പോൾ ഒരു കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം അതേ നമുക്ക് കേൾക്കാം. ഡോക്ടർ ചൗധരി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ഇപ്പോൾ സാക്ഷ്യത്തിനായി എഴുന്നേറ്റ് വരും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. We have an esteemed guest in our midst tonight. ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ഒരു വിശിഷ്ടാതിഥി കടന്നു വന്നിട്ടുണ്ട്. Dr. Chowdhury has been in the field of medicine for the last 41 years. കഴിഞ്ഞ 41 വർഷങ്ങളായി മെഡിസിൻ ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിലായിരിക്കുന്നതായ ഡോക്ടർ ചൗധരിയാണ് കടന്നു വന്നിരിക്കുന്നത്. He has been a person who has been sought after in his field for many years. തന്നെ അനേക വർഷങ്ങളായിട്ട് തന്നെ ഈ വൈദ്യ വിഭാഗത്തിലുള്ള പരിപഠനം നടത്തുകയും ആ വിഭാഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He has given leadership to the Christian Medical College and Hospital in Ludhiana for several years. അനേക വർഷങ്ങളായി ലുധിയാനയിലുള്ളതായ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജില് അതിനുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതായ ദേവദാസനാണ്. He has been sought out by the best hospitals and institutions in this country. ഈ രാജ്യത്തുള്ളതായ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളും ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ സേവനം ഉണ്ടായിട്ടുണ്ട്. But he is now obeying the Lord Jesus Christ in fulfilling a higher calling in his life. തന്റെ ജീവിതത്തിൽ ഉന്നതമായ ഒരു വിളി ലഭിച്ചുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം താൻ ഈ നാളുകളിൽ തികച്ചുകൊണ്ടിരിക്കുകയാണ്. He has given his whole time now to full-time ministry and has a burning passion to see all of North India reached with the gospel of Jesus Christ. ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന ശക്തമായ ആത്മഭാരം മൂലം ശേഷാൽ വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളെല്ലാം കർത്താവിന്റെ സുവിശേഷം കടന്നു ചെല്ലണം, സുവിശേഷത്തിന്റെ സ്വാധീനം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടെ പൂർണ്ണ സമയ പ്രവർത്തനത്തിന് വേണ്ടി തന്റെ സമയങ്ങൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. He has assisted us in personally selecting dozens of students from Madhya Pradesh who have been trained and who are now evangelizing and planting churches in Madhya Pradesh. ഞങ്ങളുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം കഴിഞ്ഞ നാളുകൾ സഹകരിക്കുകയും പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ നിന്ന് അനേക വിദ്യാർത്ഥികളെ വേദ പരിശീലനത്തിന് വേണ്ടി മുൻപോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. All of them have come from Hindu background. അവരെല്ലാവരും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. And he is working very hard, going all over North India and trying to motivate people to reach the people of North India with the gospel of Jesus Christ. വടക്കേ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് കർത്താവിന്റെ സുവിശേഷം ജനങ്ങൾ അറിയേണ്ടതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതായ വലിയ ഉദ്യമത്തിലാണ് അദ്ദേഹം. He serves on different ministry boards, especially of India Everywhere Crusade, Operation Agape, and other ministries he has been a blessing and has served on their boards. ശുശ്രൂഷ മണ്ഡലത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ വിവിധ പ്രവർത്തന മേഖലകളിൽ അദ്ദേഹം തന്റെ മഹത്തായ സാന്നിധ്യം വിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എവരിവെയർ ക്രൂസേഡ്, അതുപോലെ ഓപ്പറേഷൻ അഗപ്പെ തുടങ്ങിയതായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിൽ സഹകരിക്കുകയും ചെയ്യുന്നു. We were together in a conference this week and we are glad that he's in our midst and we are going to have him come and share his testimony for a few minutes with us. ഒരാഴ്ച മുഴുവൻ നടന്ന ഒരു കോൺഫറൻസിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രി അദ്ദേഹം ഇവിടെ ആയിരിക്കാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട്. തന്റെ അനുഭവ സാക്ഷ്യം നാമുമായി പങ്കുവയ്ക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. I consider him as a dear friend and a man of God who has a passion for lost souls. നഷ്ടപ്പെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ശരിയായ ആത്മാഭാരമുള്ള ഒരു ദൈവദാസനായും ഒരു ആത്മാർത്ഥ സ്നേഹിതനായും അദ്ദേഹത്തെ ഞാൻ കണക്കാക്കുന്നു. On behalf of the Indian Pentecostal Church, we invite you and ask you to come and share what the Lord has laid on your heart. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ സഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നൽകിയിരിക്കുന്ന ആലോചന അറിയിക്കാനായിട്ട് ക്ഷണിക്കുന്നു.
കർത്താവ്